നമസ്കാരം. വെടിനിർത്തലിന് ശേഷം വീണ്ടും ഗാസ കലങ്ങി മറിയുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇസ്രായേൽ ഗാസയിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഇനി ഇങ്ങനെ ഉണ്ടായാൽ തങ്ങളുടെ കൈവശമുള്ള ബന്ദികളുടെ എല്ലാം ജീവനെ തന്നെ അത് ബാധിക്കുമെന്ന ഭീഷണിയാണ് ഹമാസ് മുഴക്കിയിരിക്കുന്നത്. ജനുവരി 19 ആരംഭിച്ച 42 ദിവസത്തെ വെടിനിർത്തൽ അവസാനിച്ചതിന് പിന്നാലെ തിങ്കളാഴ്ച രാത്രിയും ചൊവ്വാഴ്ചയുമായി ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഏതാണ്ട് 480ഓളം പേരാണ് മരിച്ചിരിക്കുന്നത്. 600ഓളം പേർക്ക് പരിക്കുമേറ്റു. മരിച്ചവരിലേറെയും കുട്ടികളാണെന്നാണ് ഫലസ്തീൻ ആരോഗ്യ വിഭാഗം അറിയിച്ചിരിക്കുന്നത്. ഗാസയുടെ വടക്കും തെക്കുമുള്ള വീടുകളും കൂടാരങ്ങളും ഉൾപ്പെടെയുള്ളവയെ ലക്ഷ്യമിട്ടായിരുന്നു വ്യോമാക്രമണം. അതിർത്തിയിൽ തമ്പടിച്ച ടാങ്കുകളിൽ നിന്ന് ഷെല്ലാക്രമണവും ഉണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിലെ ആക്രമണങ്ങൾ തുടക്കം മാത്രമാണെന്നും എല്ലാ വെടിനിർത്തൽ ചർച്ചകളും ഇതിനിടയിൽ നടക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. ഹമാസിനെ നശിപ്പിക്കുക, അവർ തടവിലാക്കിയ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതുവരെ ഇസ്രായേൽ ആക്രമണവുമായി മുന്നോട്ട് പോകുമെന്നും ഇസ്രായേൽ ദേശീയ ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്ത പ്രസ്താവനയിൽ നെതന്യാഹു പറഞ്ഞിരിക്കുകയാണ്. ബന്ദികളെ മോചിപ്പിക്കുന്നതിന് സൈനിക സമ്മർദ്ദം അനിവാര്യമാണെന്ന് മുൻകാല സംഭവങ്ങൾ തെളിയിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. ജനുവരി 19 വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ഏറ്റവും ശക്തമായ ആക്രമണമാണ് ചൊവ്വാഴ്ച പുലർച്ചെ ഉണ്ടായത്. 3 ഘട്ടമായി നടപ്പാക്കാൻ ധാരണയായ വെടിനിർത്തലിന്റെ ലംഘനമാണ് ആക്രമണമെന്ന് ഹമാസ് ആരോപിച്ചിരിക്കുകയാണ്. ഗാസയിൽ ശാശ്വത സമാധാനം കൊണ്ടുവരാനുള്ള മധ്യസ്ഥരുടെ ശ്രമങ്ങളെ തകിടം മറിക്കുകയാണ് ഇസ്രായേൽ എന്നും ഹമാസ് ആരോപിക്കുകയാണ്. അമേരിക്കയുമായി പൂർണ്ണമായി സഹകരിച്ചാണ് ആക്രമണമെന്ന് ഇസ്രായേൽ സർക്കാരിന്റെ വക്താവ് ഡേവിഡ് മെൻസ് പറഞ്ഞു. ഇസ്രായേലിന് നൽകുന്ന പിന്തുണയ്ക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി പറയുന്നതായും അദ്ദേഹം അറിയിച്ചു. പക്ഷേ ഇവിടെ ഓർക്കേണ്ടത് അമേരിക്കയും ഇസ്രായേലും ചേർന്ന ജീവൻ എടുക്കുന്നത് ഗാസയിലെ പാവപ്പെട്ടവരുടെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളാണ് ഇതിലേറെയും മരിച്ചു വീഴുന്നത്. എത്രത്തോളം പരിതാപകരമാണ് സാഹചര്യമെന്ന് ലോകം തിരിച്ചറിയേണ്ട സമയവും കഴിഞ്ഞിരിക്കുകയാണ്. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസ് സർക്കാരിലെ പ്രധാനമന്ത്രിയായ ഇസാം അൽ ദാലിസും കൊല്ലപ്പെട്ടെന്നാണ് വിവരം. ഇസ്രായേലിന്റെ ബോംബാക്രമണത്തിൽ പരിക്കേറ്റവരെ ചികിത്സിക്കാൻ മതിയായ യാതൊരു സംവിധാനവും നിലവിലില്ല എന്നാണ് ഡോക്ടർമാരും പറയുന്നത്. പരിക്കേറ്റവരിൽ ഭൂരിഭാഗവും കുട്ടികളാണെന്ന് പറഞ്ഞ ഡോക്ടർമാർ അവരിൽ പലരുടെയും നില അതീവ ഗുരുതരമാണെന്നും വെളിപ്പെടുത്തി. അതേസമയം ഇസ്രായേലിലെ കരസേനയും ഗാസയിലെ സൈനിക നടപടികൾക്കായി എത്തുമെന്നാണ് സൂചന. സൈന്യത്തിന്റെ എല്ലാ വിഭാഗങ്ങളോടും പൂർണ്ണ സജ്ജരായിരിക്കാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 2023 ഒക്ടോബർ 7 ഹമാസ് തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയവരിൽ ഇനി 59 പേർ മാത്രമാണ് ജീവിച്ചിരിപ്പുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. അതേസമയം ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുകയാണെന്നും ഇക്കാര്യത്തിൽ മധ്യസ്ഥത വഹിച്ച രാജ്യങ്ങൾ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇസ്രായേലിലെ കൂട്ടക്കുരുതിക്ക് പച്ചക്കൊടി കാട്ടിയത് അമേരിക്കയാണെന്നും ഇത്രയും പേർ കൊല്ലപ്പെട്ടതിന് സമാധാനം പറയാൻ തരുന്നത് അമേരിക്കയാണെന്നുമാണ് ഹമാസ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും ഇത്തരത്തിലുള്ള ആക്രമണം തുടർന്നാൽ ഒറ്റ ബന്ദികളെയും ജീവനോടെ വെച്ചേക്കില്ല എന്നും അവർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. മാത്രമല്ല, യുദ്ധരംഗത്തേക്ക് ഇറങ്ങാൻ നിർബന്ധിതരാക്കരുത് എന്നും ഹമാസ് പറഞ്ഞിരിക്കുകയാണ്. അതേസമയം ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി ബന്ദികളുടെ കുടുംബാംഗങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ്. നെതന്യാഹുവിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തുമെന്നും അവർ പറഞ്ഞു. 2023 ഒക്ടോബർ 7 ശേഷം ഇസ്രായേൽ ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ 48,000ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. വെടിനിർത്തലിനെ തുടർന്ന് ഗാസയുടെ വിവിധ മേഖലകളിലേക്ക് മടങ്ങിയെത്തിയ പലരും കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ഇത്തരത്തിൽ നെതന്യാഹുവും കൂട്ടരും ബന്ദികളുടെ ജീവൻ വെച്ചാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബന്ദികളുടെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നെതന്യാഹുവിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ വാശി ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന നിലപാടാണ് നെതന്യാഹു സ്വീകരിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ബന്ദികൾ ഓരോന്നായി മരിച്ചു വീഴുന്ന അവസ്ഥയിലേക്കും എത്തുകയാണ്. എന്തായാലും ഹമാസ് തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പും നൽകി കഴിഞ്ഞു. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ പശ്ചിമേഷ്യയിൽ അടുത്തൊന്നും സമാധാനം പുലരില്ല എന്ന ഉറപ്പാണ്.